എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന അമരപ്പയർ കൊണ്ടുള്ള കറിയാണ് ഇന്നത്തെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇതാ ഞാൻ കുറച്ച് അമരപ്പയർ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ അമരപ്പയറിൻ്റെ രണ്ട് സൈഡിലും നാര് പോലെ ഒന്നുണ്ടാവും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വെള്ളമയമൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് തുടച്ചെടുക്കണം. അപ്പോൾ ഞാനത് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പം ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോരുത് കേട്ടോ. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് എളുപ്പം തന്നെ കറി തയ്യാറാക്കിയെടുക്കാം. സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. കുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലും ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉഴുന്നാണ്. നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉഴുന്ന് പരിപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അതും ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഈ ഒരു സമയത്ത് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 4-5 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് സവാളയാണ്. ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക, അതും കൂടെ ചേർത്ത് കൊടുക്കുക. സവാള ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ആ നിറമൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ, അത്രയും മതി കേട്ടോ. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി, വേണമെച്ചാൽ നമുക്ക് പിന്നീടൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. സവാളയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളി നോക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക, അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത്രയും മതി. ഇനി ഒരുപാട് ഫ്രൈ ആക്കി എടുക്കരുത്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരപ്പയറും കൂടെ ചേർത്ത് കൊടുക്കുക. അമരപ്പയർ പൊതുവെ കുട്ടികൾ കഴിക്കാൻ കുറച്ച് മടി കാണിക്കും. തോരനും മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് കൊടുത്താൽ ഇതുപോലൊരു കറി തയ്യാറാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. വീഡിയോ കണ്ടു കഴിയുമ്പം ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത്രയൊന്നും മതി. അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട. അതിൻ്റെ ഒരു ആവി വെള്ളം വീണിട്ട് ഇത് വെന്ത് കിട്ടിക്കോളും. അമരപ്പയർ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അത് ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് കശുവണ്ടിയാണ്. അപ്പോൾ കാഷ്നട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കപ്പലണ്ടി എടുത്തോളൂ കേട്ടോ. ഇതിൽ രണ്ടിലേതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു 7-8 കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നാളികേരം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനൊരു ചെറിയ ബൗളിന് ഒരു 1/2 ബൗളോളം നാളികേരം അത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി അല്ല, സാധാരണ മുളക് പൊടിയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയുടെ അളവൊന്നും കൂടി പോരുത്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണിലും താഴെ എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, അല്ലാതെ തന്നെ വേണം നമ്മൾക്കൊന്ന് അരയ്ക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കിത് അരഞ്ഞ് കിട്ടില്ല. ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. ഇങ്ങനെയായിരിക്കണം എടുക്കേണ്ടത്. ഈ സമയം കൊണ്ട് നമ്മൾ അമരപ്പയർ വേവാൻ വെച്ചിരുന്നത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 4 മിനിറ്റോളം എടുത്തുള്ളൂ കേട്ടോ. ആ സമയം കൊണ്ട് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങ് കുഴഞ്ഞു പോവും. ഈ രീതിയിലായിരിക്കണം നമുക്കിത് കിട്ടേണ്ടത്. ഇനി അതിനകത്തേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ നാളികേരം ഉണ്ടല്ലോ, കാഷ്നട്ടൊക്കെ കൂട്ടിയിട്ട് അരച്ച നാളികേരത്തിൻ്റെ കൂട്ടും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കാഷ്നട്ടൊക്കെ ചേർത്തത് കൊണ്ടൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും നമ്മുടെ ഈ കറിക്ക്. ഇനി അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഇതിപ്പം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ചെറിയ ചൂടുവെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇല്ലാച്ചാൽ ഇട്ട് കൊടുക്കുക കേട്ടോ.
ഇനി നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അത് നമ്മൾ ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് എത്രയാണോ നമ്മൾക്ക് വെള്ളം വേണ്ടത്, ഗ്രേവി വേണ്ടത്, അതനുസരിച്ച് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് 3 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആ വെള്ളം ചേർത്തത് നമ്മുടെ വീഡിയോയിൽ വന്നില്ല കേട്ടോ, അതൊന്ന് വിട്ടുപോയി, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഞാൻ 3/4 ഗ്ലാസ്സോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ദാ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾക്ക് കറി കിട്ടുക. കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ടൊക്കെ ചേർത്തത് കൊണ്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയായിരിക്കും കിട്ടുക. അമരപ്പയർ കൊണ്ട് ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോവല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.